ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ട രീതിയിലുള്ളൊരു വിജയം വലിയ ഭൂരിപക്ഷം അവർക്ക് നേടുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അതിൻ്റെ ഒരു പശ്ചാത്തലം ഉണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ അതിന് പിന്നാലെയാണ് ഇപ്പോൾ മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ വരുന്നത്. അപ്പോൾ അതിലെന്തായാലും വിജയിച്ചേ പറ്റുള്ളൂ. നല്ല രീതിയിലാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഈ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിലെ ഒരു താരപ്രചാരകനാണ് നിതിൻ ഗഡ്കരി, കേന്ദ്ര ഗതാഗത മന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരി. ഇതിനിടയിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തെ ഭരണാധികാരി വിമർശനത്തെ സഹിഷ്ണുതാപൂർവം സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ ബുദ്ധിജീവികൾക്കും സാംസ്കാരിക പ്രവർത്തകർക്കൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശങ്ങളുണ്ട്. ഇത് സഹിഷ്ണുതാപൂർവം നമ്മൾ കേൾക്കുകയെങ്കിൽ മാത്രമേ നമുക്കൊരു വിശ്വഗുരുവായിട്ട് ഉയർന്നു വരുവാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ എന്നാണ് അദ്ദേഹം ഒരു വേദിയിൽ, ഒരു പുസ്തക ചടങ്ങിൻ്റെ ഒരു വേദിയായിരുന്നു, ആ വേദിയിൽ അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എനിക്ക് മനസ്സിലാവാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആരെയാണ് ഈ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളതിലൊരു കൺഫ്യൂഷൻ പൊതുവേ നിലനിൽക്കുന്നുണ്ട് സാർ. അപ്പം ഇന്നത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളിൽ തന്നെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു ശക്തിയായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ അജയ്യനായിട്ട് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഏറ്റവും ലോകത്തിലെ നമ്പർ 1 ലീഡറായിട്ട് മോഡി ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിതിൻ ഗഡ്കരിയുടെ വായിൽ നിന്ന് ഇത്തരം ഒരു പരാമർശം വരുന്നതിൽ എന്തോ ഒരു പിശകില്ലേ? അല്ല, ഗഡ്കരി പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഭരണാധികാരികൾക്ക് പൊതുവെ ബാധകമായ ഒരു പ്രസ്താവനയായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. ഏത് ഭരണാധികാരിയായാലും അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രജകൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ബുദ്ധിജീവികൾ, സാഹിത്യകാരന്മാർ, എഞ്ചിനീയർമാർ, ഡോക്ടർമാർ, അങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള വ്യക്തികളൊക്കെ പറയുന്ന അഭിപ്രായങ്ങൾ കേൾക്കാനായിട്ടുള്ള സഹിഷ്ണുത കാണിക്കണം. അങ്ങനെ സഹിഷ്ണുത കാണിച്ചാൽ മാത്രമാണ് ആ നേതാവിനെ തെറ്റാവരമുള്ള ഒരു മേധാവാണ് താൻ എന്ന് പറയുന്ന തോന്നലിൽ നിന്ന് മുക്താവാനും കഴിയും. തെറ്റാവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തെറ്റുപറ്റില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന നേതാക്കളാണ് കുറേ കഴിയുമ്പോൾ വലിയ കുഴിയിൽ വീണ് ഇല്ലാതാകുന്നത്. അതിലേക്ക് ഉള്ള ഒരു വെളിച്ചം വീഴ്ത്തൽ കൂടിയായിരിക്കണം നിതിൻ ഗഡ്കരിയുടെ പ്രസ്താവന എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. വിശ്വഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും മോദി തന്നെയാണ്. ഇപ്പോൾ മോദി നടത്തുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും സംഭവിച്ചത് അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയേറ്റു എന്നുള്ളതാണ്. ബി ജെ പിക്ക് തിരിച്ചടിയേറ്റെന്ന് മാത്രമല്ല, കാരണം വാരണാസിയിൽ അദ്ദേഹത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് ഏതാണ്ട് മോശമായ വിജയമായിട്ടാണ് ബി ജെ പി വിലയിരുത്തുന്നത്. അത് മാത്രമല്ല സാർ, അയോധ്യയിലെ സംഭവത്തിലും അങ്ങനെ തന്നെ ഒരു പരാജയം ആണ് കണക്കാക്കുന്നത്. കാരണം അയോധ്യയിൽ അങ്ങനെ പരാജയപ്പെടാൻ പാടില്ലായിരുന്നു. അയോധ്യയിൽ പരാജയപ്പെട്ട് ബി ജെ പി വാരണാസിയിൽ പരാജയത്തിനടുത്തെത്തിയ വിജയത്തിലെത്തി. ഇതൊക്കെ വലിയ തോതിൽ പാർട്ടിക്കകത്ത് ചർച്ചയായിട്ടുണ്ടാകണം. അതിൻ്റെ ഒരു ഭാഗം എന്ന നിലക്ക് എങ്ങനെ ബി ജെ പിയും അതേപോലെ തന്നെ ബി ജെ പിയുടെ നേതൃത്വവും പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇനി വരാൻ പോകുന്നതായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട് എന്ന പരിശോധനയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഇങ്ങനെ ഉള്ള ചില കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നത് ഒരു ബി ജെ പി അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തുന്ന ഒരു ലീക്കൗട്ട് പ്രോസസ്സാകാം. അല്ലാണ്ട് നിതിൻ ഗഡ്കരി അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്തിന് വേണ്ടിയിട്ട് നടത്തിയ പ്രസ്താവനയായിട്ട് ഞാൻ അതിന് വിലയിരുത്തുന്നില്ല. ബി ജെ പി അങ്ങനെയാണ്. ബി ജെ പി ഇങ്ങനെ അവർ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികൾ, ആ പദ്ധതികളെ മുൻകൂട്ടി ആസൂത്രണം ചെയ്തിട്ടാണ് ഓരോരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദിയെ എത്ര കാലം ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന ഗൗരവമായിട്ടുള്ള ചോദ്യം യഥാർത്ഥത്തിൽ RSSലും അതേപോലെ തന്നെ ബി ജെ പിയിലുമൊക്കെ ഉയർന്നു വരുന്നുണ്ട് എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. കാരണം ഇവർക്ക് അധികാരം നിലനിർത്തേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അധികാരം നിലനിർത്തണമെങ്കിൽ അധികാരം നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രക്രിയകൾ ചെയ്തേ പറ്റൂ. നേതാവിന് വേണ്ടി പാർട്ടിയെ ബലികഴിക്കുന്ന ഒരു സംവിധാനം എന്തായാലും തൽക്കാലം RSSനകത്തില്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ നേതാവല്ല അവരെ സംബന്ധിച്ചിടത്തോളം വലുത്. ഉപയോഗിക്കാൻ പറ്റുന്ന നേതാവ്, അതാണ് വലുത്. അപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന നേതാവ് എന്ന നിലയ്ക്ക് നരേന്ദ്രമോദിയെ ഇപ്പോൾ പരിശോധിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു മാജിക് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നാൻ തുടങ്ങിയാൽ ഇത്തരത്തിലുള്ള വാർത്തകളെ അവർ തന്നെ ലീക്ക് ഔട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഗഡ്കരിയിലൂടെ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം തുടർന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ കൂടിയുണ്ടല്ലോ. ഒന്നെന്താണ്, മതനിരപേക്ഷത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ് എന്ന് പറയുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണ്.
കാരണം ഇന്ത്യയിലെ വിവിധ മതത്തിൽപ്പെട്ട ആളുകളെ അത് നമ്മുടെ ഇത്തവണത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ മോദി തന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സെക്യുലർ സിവിൽ കോഡ്, മതേതര സിവിൽ കോഡ് ആവശ്യമാണെന്ന്. മുൻകാലങ്ങളിൽ അദ്ദേഹം ആ മതേതരം എന്ന വാക്ക് കൂടുതൽ ഇപ്പം ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതെ, നേരത്തെ മതേതരം എന്ന് പറയുന്ന വാക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഉള്ള നിലപാട്, കാരണം ഭരണഘടനയിൽ നിന്ന് ഒഴിവാക്കുക, സംഭാഷണങ്ങളിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് ഒരു പോളിസിയായിരുന്നു. പക്ഷേ ഈ തോൽവി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എവിടെയാണ് കുഴപ്പം പറ്റിയിരിക്കുന്നതെന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇപ്പോൾ ഒരു കൂട്ട് മുന്നണിയായിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. അത് പലതരം താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ട അവസ്ഥയിലേക്കും സമ്മർദ്ദത്തിലേക്കും BJP കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ BJP തന്നെ അതിനെയൊക്കെ ഉൾക്കൊള്ളുന്ന തരത്തിൽ ഇൻക്ലൂസീവായിട്ട് മാറുകയാണെങ്കിൽ പിന്നീട് ഈ ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിൽ നിന്ന് ഒഴിവാകുന്ന തരത്തിലേക്കുള്ള ഒരു രാഷ്ട്രീയ അടിത്തറ നിർമ്മിച്ചെടുക്കാനായിട്ട് കഴിയും എന്നവർ കരുതുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ നിശ്ചയിക്കേണ്ടത്, തീരുമാനിക്കേണ്ടത്, അംഗീകരിക്കേണ്ടത് അയാളുടെ മതം നോക്കിയല്ല എന്നാണ് ഗഡ്കരി പറഞ്ഞതിൻ്റെ മറ്റൊരു സന്ദേശം. അതായിരുന്നു അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. അവരുടെ മതം നോക്കിയോ അവരുടെ ജാതി നോക്കിയോ ഒന്നുമല്ല അവരുടെ വ്യക്തിത്വത്തെ, ഭാഷയും നോക്കേണ്ടതില്ല. കാരണം ഇതൊക്കെ സൂചിപ്പിക്കുന്ന ഭാഷയുടെ കാര്യമൊക്കെ പറയുമ്പോൾ എപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഈ ഭാഷ, ഹിന്ദി ഒരു വലിയ ഭാഷ, എല്ലാവരും ഹിന്ദി സംസാരിക്കണം എന്ന് പറയുന്ന ഒരു രീതിയിലൊക്കെ അമിത്ഷായുടെ ഭാഗത്തു നിന്നൊക്കെ ചില പ്രസംഗങ്ങളൊക്കെ അതിനെ തുടർന്നുള്ള ഡിബേറ്റുകൾ ഉണ്ടായിരുന്നു. ഹിന്ദിക്കൊരു പ്രാമുഖ്യം നൽകുന്നു എന്ന് പറഞ്ഞിട്ട്, അതായത് ഒരു രാജ്യം ഒരു ഭാഷ എന്ന സന്ദേശമാണ് ഒരു രാജ്യം ഷാ നൽകിയിരുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്നതായിട്ടുള്ള ഈ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന കൺസെപ്റ്റ്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നതിനെ ഉൾക്കൊള്ളുന്ന തരത്തിലേക്ക് ഗഡ്കരി മാറി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ പ്രസ്താവനയുടെ അടിത്തറ അതാണ്. ഇതാണ് ആശയപരമായിട്ടുള്ളൊരു ഷിഫ്റ്റ് അതിൻ്റെ അകത്ത് സംഭവിച്ചിരിക്കുന്നതാണ്. അതാണ് ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ഇന്ത്യയിലിപ്പോൾ നമുക്ക് ഹിന്ദുക്കൾ ഒഴിച്ച് ബാക്കി എല്ലാവരെയും കൊന്നു തീർത്തുകൊണ്ട് ഒരു ഇന്ത്യയെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് പറ്റില്ലല്ലോ. വളരെയധികം ആളുകൾ വ്യത്യസ്തമായ ഭാഷ സംസാരിക്കുന്നവരുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളുള്ളവരുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള മത സാംസ്കാരിക സവിശേഷതകളുള്ളവരുണ്ട്. എല്ലാത്തിനെയും ഉൾക്കൊള്ളേണ്ടി വരും. കാരണം അത് ഒരു രാജ്യത്തിൻ്റെ പ്രശ്നവും രാജ്യത്തിൻ്റെ പ്രസക്തിയും അതാണ്. അത് ആ ഇൻക്ലൂസീവ് ക്യാരക്ടറിലേക്കുള്ള ചുണ്ടുവലയായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്. കാരണം ഒരുപക്ഷെ BJP തന്നെ അല്ലെങ്കിൽ RSS തന്നെ എങ്ങനെയൊക്കെ മാറി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ അതിനുള്ള സൂചനകളാകാം. അങ്ങനെയുള്ളൊരു ലീക്കിംഗ് പ്രോസസ്സായിട്ടാണ് ഈ സംഭവത്തെ ഞാൻ വിലയിരുത്തുന്നത്. കാരണം ഇങ്ങനെയും ഒരു ആശയം ഇതിനകത്തുണ്ട് എന്ന് ജനങ്ങളിലേക്ക് പ്രസരിപ്പിക്കാം. ഈ മഹാരാഷ്ട്ര സംസ്ഥാനത്ത് BJPയുടെ കരുത്ത് കുറഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം പക്ഷേ RSSുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാൾ തന്നെയാണ് ഗഡ്കരി എന്ന് പറയുന്നത്. അപ്പം ആ ഗഡ്കരിയുടെ ഈ ഒരു പരാമർശം ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു സ്വാധീന ശക്തിയായിട്ട്, ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ വലിയൊരു സ്വാധീന ശക്തിയായിട്ട് ഉയരുമെന്ന കാര്യത്തിൽ സംശയമൊന്നും ഇല്ല. സാറേ, എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഭരണാധികാരിയെ യഥാർത്ഥത്തിൽ ചീത്തയാക്കുന്നത് ആരാണെന്നുള്ളതാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവിന് ഒരുപാട് അടിമക്കൂട്ടങ്ങളായിട്ടുള്ള ആരാധക വൃന്ദരുണ്ട്. നമ്മൾ അവരുടെ ആ ഭാഷ ഉപയോഗിക്കുന്നതിൽ പരിമിതി ഉണ്ടെന്ന് എനിക്കറിയാം. കമ്മികൾ എന്ന് വിളിക്കും, അടിമക്കമ്മികൾ. എന്ത് ചെയ്തു കഴിഞ്ഞാലും ഒരു തരത്തിലുമുള്ള വിമർശനവും നടത്താതെ, ചോദ്യം ചെയ്യാതെ, അതായത് വിമർശനത്തെ ഭയക്കുന്ന ഒരു ജനക്കൂട്ടം, അല്ലെങ്കിൽ അത്തരം ആളുകളാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ യഥാർത്ഥത്തിൽ ചീത്തയാക്കുന്നത്. ആരാധകർക്ക് വലിയ പങ്കുണ്ട്. നമ്മൾ രാഷ്ട്രീയ നേതാക്കളെ വേണമെങ്കിൽ നമുക്ക് ആൾദൈവങ്ങളായിട്ട് കണക്കാക്കാം. ആൾദൈവങ്ങളായിട്ട് കണക്കാക്കുന്ന സമയത്താണ് അവർക്ക് ഈ ആൾക്കൂട്ടങ്ങളുടെ ആരാധനയും അതേപോലെ തന്നെ പുകഴ്ത്തുപാട്ടും ആഘോഷങ്ങളുമൊക്കെ ആസ്വദിച്ച് ഇവരെ സമ്പൂർണ്ണമായിട്ടും അടിമകളാക്കി മാറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നത്. CPM-ൽ സംഭവിച്ചിട്ടുണ്ട്. CPM-ൽ സംഭവിച്ചത് കൊണ്ട് മാത്രമാണ് പിണറായി വിജയൻ ഉണ്ടായത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ പിണറായി വിജയൻ ഉണ്ടാവില്ല. പിണറായി വിജയൻ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് CPM-ലെ സംഘടനാ സംവിധാനങ്ങൾ മുഴുവനും പിണറായി വിജയൻ പറയുന്നത് എന്താണോ അതെല്ലാം തന്നെ കേൾക്കുകയും അതിന് സ്തുതി പാടുകയും ചെയ്യുന്ന ഒരു സംവിധാനമായത് മാറി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കിച്ചൺ ക്ലബ്ബ് എന്ന് പറയുന്നത് ഉണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. ആ കിച്ചൺ ക്ലബ്ബിൽ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഉപാധി മാത്രമായിട്ട് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി, സെക്രട്ടേറിയറ്റ്, ജില്ലാ കമ്മിറ്റികളൊക്കെ മാറിപ്പോയി. അവിടെയാണ് എന്ത് സംഭവിച്ചത്? ദൈവം അല്ല ചീത്ത, ആരാധകരാണ് ചീത്ത എന്ന് പറയുന്ന ഒരു സന്ദേശം
ഗൗതം മുന്നോട്ട് വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെയാണ് നമ്മൾ കാണുന്നത്. അത് തന്നെയാണ് ദൈവത്തിന് ഒരു കുഴപ്പമില്ല, പക്ഷെ ആരാധകർക്കാണ്, ആരാധകർ ദൈവത്തെ ചീത്തയാക്കുന്നു. അതെ, ആരാധകർ തീർച്ചയായിട്ടും അടിമകളായി കഴിഞ്ഞാൽ ദൈവം ചീത്തയായി പോകും. അത് നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് RSS വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഗഡ്കരിയിൽ നിന്ന് അങ്ങനെ ഒരു പ്രസ്താവന വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞു അതൊരു ലീക്കിംഗ് ഔട്ട് പ്രോസസ്സാണ്, അല്ലാണ്ട് ഗഡ്കരി ഇതിനെ വിമർശിച്ച് ഗഡ്കരി ഒരു റബലായി മാറുന്നതല്ല. RSS കൊടുത്തിരിക്കുന്ന മെസ്സേജ് അനുസരിച്ചിട്ട് ഗഡ്കരി പ്രവർത്തിക്കുന്നത് മാത്രമാണ്. അത് മോദിയെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണമെന്നില്ല RSS അത് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് ഈ ഭരണകൂടത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന എല്ലാ മന്ത്രിമാർക്കും ബാധകമാണ്. അപ്പോൾ RSS അതിലൊരു പിടിമുറുക്കം നടത്താനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഭാഗം കൂടിയായിട്ട് നമുക്കതിനെ വിലയിരുത്തേണ്ട കാര്യമുണ്ട്. മോദി RSS പറഞ്ഞത് കേൾക്കണം എന്ന സന്ദേശം കൂടി യഥാർത്ഥത്തിൽ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഈ മുന്നോട്ട് അത് ഈ വാരണാസിയുടെയും അയോധ്യയുടെയും പാഠം കൂടിയാണ്. അവിടെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് RSS പരിശോധിച്ചിട്ടുണ്ടാവും. അങ്ങനെ പരിശോധിച്ച സമയത്ത് എത്രയോ അധികം വോട്ടാണ് ഇത്തവണ രാഹുൽ ഗാന്ധി നേടിയിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. മാത്രമല്ല സ്മൃതി ഇറാനി പോലും അവിടെ പരാജയപ്പെട്ടു പോയി. അങ്ങനെ പരാജയപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് RSS അന്വേഷിച്ചിട്ടുണ്ടാവണം. അന്വേഷിക്കുന്ന സമയത്താണ് ഒരു പരിധിവരെ മാത്രമാണ് ഈ അവർ ഉയർത്തുന്ന ഏകപക്ഷീയ രാഷ്ട്രീയ മതമുദ്രാവാക്യം എന്ന് പറയുന്നത് പ്രസക്തമായി തീരുള്ളൂ. അതിനപ്പുറത്ത് മനുഷ്യൻ്റെ ആത്യന്തികമായ പ്രശ്നം എന്ന് പറയുന്നത് ജീവിത പ്രശ്നങ്ങൾ. അപ്പോൾ ഈ ജീവിത പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു പാർട്ടിയായിട്ട് ഉയർന്നു നിന്നാൽ മാത്രമാണ് ഭരണാധികാരം എന്ന് പറയുന്നത് നിലനിർത്താനായിട്ട് കഴിയുള്ളൂ. മനുഷ്യന് ജീവിക്കണം, അതാണ് പ്രധാനപ്പെട്ടത്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് രാഷ്ട്രീയവും അതുപോലെ മതവും ഒക്കെ. അതല്ലാണ്ട് മതം തിന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയം തിന്നോ മനുഷ്യന് ജീവിക്കാനാവില്ല. അവൻ്റെ വിശപ്പടക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ, ജീവിക്കാനുള്ള സൗകര്യങ്ങൾ, കാലം പുരോഗമിക്കുന്നതനുസരിച്ചിട്ടുള്ള പുരോഗതി, ഇതൊക്കെ അവന് സംഭാവന ചെയ്യാൻ കഴിയുന്ന, കൊടുക്കാൻ കഴിയുന്ന ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങളിലേക്ക് വികസിക്കാൻ പറ്റുന്ന ഒരു സർക്കാരിന് മാത്രമാണ് ഭാവിയുള്ളൂ എന്ന തിരിച്ചറിവ് നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന പ്രമുഖനായിട്ടുള്ള പഴയ കാലത്തെ ഒരു നക്സലേറ്റ് നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. നക്സൽ ആശയങ്ങളോട് വളരെയധികം ആഭിമുഖ്യം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ് നേരത്തെ. അത് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം കൊണ്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ഈ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായ ആശയങ്ങൾ മനസ്സിനകത്ത് തിളച്ചു മറിയുന്ന ഒരു വ്യക്തി കൂടി ആയിരിക്കാം എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഈ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് ഈ രീതിയിൽ മാറിത്തീരുകയാണ്. ഇപ്പം നേരത്തെ സാറ് നമ്മൾ സംസാരിച്ചപ്പം പറഞ്ഞ പോലെ ഒരുപാട് പഴയ RSSകാർക്ക് നിലവിലെ BJPക്കാരോടും അല്ലെങ്കിൽ അവരോടൊന്നും താല്പര്യമില്ല എന്ന് സാറ് അതങ്ങനെയാണ്. കാരണം വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകാർ, പഴയ കമ്മ്യൂണിസ്റ്റുകാർക്കൊന്നും ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്ന കാര്യങ്ങളോട് ഒരു യോജിപ്പില്ല. അതുപോലെ തന്നെയാണ് പഴയ RSS വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരു സംഘമുണ്ടായി. ആ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്യാരക്ടർ വളരെ നല്ല ക്യാരക്ടറായിരുന്നു. അവർക്കൊന്നും ഇവരൊന്നും കണ്ടുകൂടാ. BJP എനിക്കുണ്ട് അത്തരം ചില സുഹൃത്തുക്കൾ. ഈ BJPക്കാരൊക്കെ RSSകാരാ, ഈ BJPക്കാരൊക്കെ എന്തെന്നാ ഇവർക്ക് കാണിക്കുന്നതെന്ന് പറയുന്ന എത്രയോ ആൾക്കാരുണ്ട്. അതുണ്ട്, സ്വാഭാവികമാണ്. കാരണം അവർ വളരെ ഡിസിപ്ലിൻഡ് ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ സ്വഭാവം പോലും വളരെ നല്ലതായിട്ട് പഴയ കമ്മ്യൂണിസ്റ്റുകാരെ അങ്ങനെ തന്നെയായിരുന്നു, നല്ല സ്വഭാവമൊക്കെ ഉള്ള ആളുകളായിരിക്കണം എന്ന നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. അതെല്ലാം പോയി എന്തൊരു മാറ്റമാണ് അവിടെ സംഭവിച്ചത്. അതേപോലെ ഇപ്പുറത്തും സംഭവിക്കുന്നു എന്നാണ് ഈ പഴയ RSSകാർ ഈ BJPക്കാരെയും അതേപോലെ തന്നെ പുതിയ ആളുകളെ ഒക്കെ വിലയിരുത്തുന്നത്. അവരൊന്നും അങ്ങനെ കൃത്യമായിട്ട് ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളർന്ന് ഇതിനകത്തേക്ക് വന്നവരാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു മെസ്സേജ് ഇതിനകത്തുണ്ട് എന്ന് കാണുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും ദൈവത്തെ ചീത്തയാക്കാത്ത ആരാധകരുണ്ടാകട്ടെ എന്നാണ് പറയാനുള്ളത്. ദൈവം എന്നും നല്ല ദൈവമായിട്ട് തുടരാൻ നല്ല ആരാധകരും വേണം. ഒരു വാചകം അതിൻ്റെ അകത്ത് പറയാനുള്ള ഇതാണ്: ജനങ്ങൾക്ക് അർഹിക്കുന്നതായിട്ടുള്ള ഭരണമാണ് ലഭിക്കുക. ഈ അർഹതപ്പെട്ട ജനത എന്ന് പറയുന്നത് നല്ല ആരാധകരായിരിക്കണം, ചീത്തയാകരുത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.